ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് നൊത്തോലി അഥവാ കൊഴുവ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചീനിച്ചട്ടി കണ്ട് പേടിക്കരുത്, ഇതെൻ്റെ ഒരു പഴയ ചീനിച്ചട്ടിയാണ്, ഞാനിത് കളയത്തില്ല. അപ്പോൾ മീനൊക്കെ ഇതിലാണ് ഞാൻ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പം ഞാൻ മീനിൽ കുറച്ചെടുത്ത് കറി വെച്ച് കുറച്ചെടുത്ത് മഞ്ഞളും മുളകും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുക. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും നമ്മൾ ഈ വയസ്സായ ആൾക്കാർക്ക്, നമുക്ക് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് എണ്ണയൊക്കെ കഴിക്കണ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സേഫ് സൈഡ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്ത് ഞാനിപ്പോൾ ഇതിൽ ഫ്രൈങ് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഇങ്ങനെ കുറേശ്ശെ പരത്തിയിട്ട് അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു അടച്ച് വയ്ക്കും, ഫ്രൈ ചെയ്ത് പരത്തിയിട്ടിട്ട്. എന്നിട്ട് ഞാനിതിനെ മറിച്ചിടും. അപ്പോൾ ശരിക്കും ഒരു 10 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ മറിച്ചിടും. അത് നമുക്ക് മറിച്ചിടാനും പറ്റും. അപ്പോൾ അത് പൊരിഞ്ഞു വരും. അപ്പോൾ അത് പിഞ്ചൊന്നും പോകത്തില്ല. വളരെ കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പം ശരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ, ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിന് ഒരു ഹെൽത്തിൻ്റെ സേഫ് സൈഡും ഒക്കെ നോക്കി ചെയ്ത് ആസ്വദിക്കുന്ന ഒരു ഊണ് നല്ലതാണ്. അപ്പം നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.